ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ സോപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ഐറ്റംസ് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ രജിസ്ട്രേഷൻ വേണം, അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടോ കാണിക്കാൻ പോകുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഷോപ്പിൽ വെക്കാം, അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. നമുക്കൊരു ഉദ്യാൻ രജിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, അപ്പോൾ ആദ്യം നമുക്കത് വേണം. അപ്പോൾ ഉദ്യം ആധാറിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ വേണ്ടത് K-SWIFT എന്ന് പറയേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. അതിന് ഫോട്ടോ സൈനും വേണം. അതിന് 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രഗ് ലൈസൻസ്, അതുപോലെ പാക്കിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടകളിൽ കൊടുക്കാനും അതേപോലെ ഒക്കെ പറ്റും. എത്ര പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാം, അതിന് അങ്ങനെ ഒരു ലിമിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇത് എടുത്താലും ഉദ്യ രജിസ്ട്രേഷൻ എടുത്താലും നമുക്ക് ക്രീമൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫേസ് ക്രീമൊന്നും. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പാക്കിംഗ് ലൈസൻസ് ഒക്കെ നമുക്ക് അക്ഷയ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്കത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുക നമ്മുടെ ഉദ്യ രജിസ്ട്രേഷനാണ്. അപ്പോൾ അതിന് ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അതിന് മുന്നേ നിങ്ങളെന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷേ എനിക്കത് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. കാരണം അത് ഒരു എന്തോ മാർക്കറ്റിംഗ് പോലെ തോന്നി. അങ്ങനെ നിങ്ങളത് കൊണ്ടുപോയി 10 രൂപയാണെങ്കിലും 10 രൂപ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കാശ് വെറുതെ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോസ് നിന്ന് കണ്ടിട്ട് തന്നെ ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല സെയിലുണ്ടാവും. പിന്നെ അത് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫോർമുലയാണ് അവിടെ നിന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കൊടുക്കുന്നത് എനിക്ക് ഫേസ് റിവീൽ ചെയ്ത് ചെയ്യാൻ താല്പര്യം. ഹലോ, ഇതാണ് എൻ്റെ ഉദ്യ രജിസ്ട്രേഷൻ വരുന്നത് കേട്ടോ. ഞാൻ അക്ഷയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എനിക്കിതിന് 100 രൂപയാണ് ചിലവായത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളടുത്ത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ്സിനെ പറ്റി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് വെച്ചെങ്കിലോ അത് പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് അവർ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് ആയതുകൊണ്ടാണ് എൻ്റർപ്രൈസ് ടൈപ്പ് മൈക്രോ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ 3 ഇയേഴ്സിനൊക്കെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മളടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനൊരു നെയിം വേണം കേട്ടോ. അപ്പോൾ നെയിം പറയും. അപ്പോൾ ആ നെയിം ചോദിക്കുമ്പോൾ നെയിം പറഞ്ഞു കൊടുക്കാം. നെയിം ഓഫ് യൂണിറ്റ് എന്ന് കണ്ടല്ലോ, അവിടെ നിങ്ങൾ ചെയ്യുന്ന എന്താണോ അതിൻ്റെ നെയിം അവിടെ എഴുതും. കാരണം എൻ്റേത് ബത്തൂൽ ഓർഗാനിക്സ് ആൻഡ് ബത്തൂൽ ബോട്ടിക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഡ്രസ്സും കൂടി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടിയാണ് അതങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ അഡ്രസ്സ് കാര്യങ്ങൾ അത് ചോദിക്കൂട്ടോ. നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സാണ്, നമ്മളെ വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ എന്ത് പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്തായിട്ട് ക്ലീനിങ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സോപ്പിൻ്റെ ഇത് വരുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പിന് ഓരോന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ, 100 രൂപേൻ്റെ ചിലവേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഉദ്യ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്, നിങ്ങൾ പോകുമ്പോൾ 3 സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. ഞാനതൊക്കെ എഴുതി വെച്ച് എടുത്തതാണ്. അതായത് ഉദ്യാധാറിന് നിങ്ങൾക്കിപ്പോൾ അക്ഷയയിലല്ലാണ്ട് തന്നെ ഇപ്പോൾ വ്യവസായ വകുപ്പിൽ പോയി ചോദിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പോയി ചോദിക്കാം, നമുക്ക് ചെയ്യാം കേട്ടോ. അതൊന്നും ടൈമില്ലാത്തവർക്ക് അപ്പോൾ നമുക്ക് ക്യാഷിനൊന്നും ചിലപ്പോൾ ചിലവുണ്ടാവില്ല. പക്ഷേ അക്ഷയയിൽ പോയാൽ 100 രൂപ ഉള്ളൂ, പെട്ടെന്ന് കാര്യം കഴിക്കാം. ഒരു ആധാർ കാർഡ് വേണം, അതേപോലെ പാൻ കാർഡ് വേണം, ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി ഇട്ട് പോവട്ടോ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോവാം. അങ്ങനെ ചെയ്യാം കേട്ടോ.